Wishing you all a very happy Children's Day. On this very special occasion, I have certain things to pass on to you. Take up your share of responsibilities. Be loving sons and daughters to your parents. Be caring grandchildren to your grandparents. Take good care of your siblings and take also share your love and your interest with your friends. Do things with interest. And may this day be filled with fun and joy. Let there be smiles on your faces and happiness in your life. Thank you. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്നതിലുപരി കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന കുട്ടികളുടെ പ്രിയങ്കരനായ ചാച്ചാജി. അതെ, നവംബർ 14 ചാച്ചാജിയുടെ ജന്മദിനം നാം ശിശുദിനമായി ആചരിക്കുന്നു. ഓരോ ശിശുദിനവും കടന്നു പോകുന്നത് ഒട്ടേറെ പ്രതീക്ഷകളോടെയാണ്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും എല്ലാ കുട്ടികൾക്കും തുല്യനീതി ലഭ്യമാകുന്നുണ്ടോ എന്നുള്ളത് നാം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഈ കൊറോണ കാലത്ത് വീടുകളിൽ അടച്ചിരിക്കേണ്ടി വരുന്ന നമ്മുടെ ഓരോ കുഞ്ഞുങ്ങൾക്കും മാനസികോല്ലാസം പ്രദാനം ചെയ്യാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. കുറഞ്ഞപക്ഷം അവരുടെ കുഞ്ഞു കുഞ്ഞു പരിഭവങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒരു താങ്ങായി നിൽക്കാനെങ്കിലും നാം ശ്രമിക്കേണ്ടതുണ്ട്. ഇവിടെ ചാച്ചാജിയുടെ വാക്കുകൾ തന്നെ ഞാൻ കടമെടുക്കുന്നു. കുഞ്ഞുങ്ങൾ പൂക്കൾ പോലെയാണ്. അതുകൊണ്ട് തന്നെ അവരോട് ഇടപഴകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെ, കുഞ്ഞുങ്ങൾ പൂക്കൾ പോലെയാണ്. ലോകമാകുന്ന ഈ പൂന്തോട്ടത്തിലെ ഒരു പൂ പോലും വാടാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുഞ്ഞുങ്ങൾക്കുമായി നേരുന്നു ശിശുദിനാശംസകൾ. നമസ്കാരം കുട്ടികളെ. ഇന്ന് നവംബർ 14 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. ഈ ദിനം നാം ഇന്ത്യക്കാർ ശിശുദിനമായി ആഘോഷിക്കുന്നു, ചിൽഡ്രൻസ് ഡേ. അതിന്റെ കാരണം എന്തെന്നോ? നെഹ്റു കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ചാച്ചാജി എന്ന് വിളിച്ചിരുന്നു. രാജ്യത്തെ കുട്ടികളുടെ ഭാവിയാണ് രാജ്യത്തിന്റെ ഭാവി എന്ന് നെഹ്റു വിശ്വസിച്ചിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതുവാനും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും അവരുടെ ആരോഗ്യത്തിനും നെഹ്റു വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. കുഞ്ഞുങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ചാച്ചാ നെഹ്റു ആഗ്രഹിച്ച പോലെ നിങ്ങളും പഠിച്ചു വളർന്ന് രാജ്യത്തിനു വേണ്ടി പ്രയത്നിക്കുക. എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശിശുദിന ആശംസകൾ. Dear children, today is November 14th, the birthday of our first Prime Minister, Pandit Jawaharlal Nehru, also known as Chachaji. This day is celebrated as Bal Divas or Children's Day by we Indians in recognition of his lifelong passion and work for the welfare of children. Despite being a prominent figure of Indian politics, he was very fond of children and believed that the future of our country lies in the young generation. Let us all try our best to build a nation of his dreams. And on this day, I wish you all a very happy Children's Day. May the innocence in your smiles and the purity of your hearts stay forever unfaded. Wishing a very enjoyable day for all dear children. Dear children, childhood is the best time in your life. The memories of childhood last for long. So dear children, enjoy your childhood in such a way that it is fruitful and memorable. Wish you a happy Children's Day. Hello my dear children, today is Children's Day, a day dedicated to you. Wishing you all a very happy Children's Day and wish you the best for your future. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ ഇന്ന് നവംബർ 14. Tkmcpsലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ നേരുന്നു. Hi everyone! The most wonderful period of anyone's life is their childhood.
this is your sweetest period in your life. That is being a child. Enjoy every moment and at the same time work really hard for a better tomorrow. I wish all my dear students a very happy Children's Day. Every child is a miracle, with each one having their own way to make this world a beautiful place for us. Even though we are your teachers, there are lots of things to learn from you. Thank you for teaching us daily how to live life at its true meaning. I wish my dear children a happy Children's Day. Childhood is the one story that stands by itself in every soul. You are the author of your own story, so you better make it a fascinating one. Happy Children's Day to all my dear children. Children are like buds in a garden and should be carefully and lovingly nurtured, as they are the future of the nation and citizens of tomorrow. On this special day, I wish all my dear children a very happy Children's Day. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 14 ഭാരതം ശിശുദിനമായി ആഘോഷിച്ചു വരുന്നു. കുട്ടികളെ ജീവന തുല്യം സ്നേഹിച്ച് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഈ ശിശുദിനത്തിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ് നമ്മളെ ഏറെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഭാരതത്തെ രൂപകൽപ്പന ചെയ്യുന്നത്. വിദ്യാഭ്യാസ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന പരിശീലനം തന്നെയാണ് നാളത്തെ ഭാരതത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നത്. വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമാണെന്നും അവരെ സംരക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസത്തിനുള്ള ഉറപ്പും ഈ ഒരു ദിനത്തിൽ അവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഏറെ പ്രത്യേകതയുള്ളത്. ജവഹർലാൽ നെഹ്റു എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പാക്കുക എന്നുള്ളതും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരികയും വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന യോഗ്യത വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഉള്ള കാഴ്ചപ്പാടായിരുന്നു ജവഹർലാൽ നെഹ്റുവിന് ഉണ്ടായിരുന്നത്. വിദ്യാഭ്യാസമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഈ ശിശുദിനത്തിൽ നമുക്ക് കുട്ടികളോടുള്ള സ്നേഹവും കരുതലിന്റെയും പ്രാധാന്യവും ഓർമ്മപ്പെടുന്ന ഒരു ദിനം കൂടിയാണ്. ഈ കോവിഡ് സമയത്ത് കുട്ടികളെല്ലാം വീട്ടിലിരിക്കുകയാണ്. ഈ ശിശുദിനത്തിൽ കുട്ടികൾ മാക്സിമം സന്തോഷകരമായി ഇരിക്കുക എന്നുള്ളതാണ്. അവർ സന്തോഷകരമായി ഇരിക്കുമ്പോഴാണ് അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുന്നത്, നല്ല ചിന്തകൾ ഉണ്ടാവുന്നത്. അപ്പം എല്ലാവർക്കും ഒരു ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് ആരോഗ്യവും സ്നേഹവും കരുതലും ഒക്കെയുള്ള ഒരു ദിനമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദിനം ആഹ്ലാദത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമാണ്. ഇന്നത്തെ കുട്ടികൾ നാളെയുടെ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ഭാഗതയും നിർണ്ണയിക്കുന്നവരാണ്. വലിയ സ്വപ്നങ്ങൾ കാണാനും അവ സാക്ഷാത്കരിക്കാനുള്ള വഴി തേടാനും ഈ ദിനം പ്രചോദനമാകട്ടെ. ഏവർക്കും എൻ്റെ ശിശുദിന നമസ്കാരം. ഞാൻ ഹാഷിർ, ഹന്നാൻ ഹാഷിറിൻ്റെ ഫാദറാണ്. കുട്ടികളും പുഷ്പങ്ങളും മൃദുലവും നിർമ്മലവുമാണ്. വളരെ മൃദുവായി വേണം നമ്മൾ അവയെ കൈകാര്യം ചെയ്യാൻ. എല്ലാ കുട്ടികൾക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ വിഷസ്. താങ്ക് യു. Good morning to all. I am Anvita.
At first, I wish you all a happy Children's Day. Children are like flowers. We plant the seeds, water them, nourish them, and protect them as best as we can. One day they bud, and when the bud finally opens, we see that one is a rose, one a tulip, and one an iris, but each bringing its own beauty to the landscape. As parents, our job is to nourish and protect them. But most importantly, we should appreciate the beauty in every child. Children's Day celebration reminds us of our responsibility to provide right education, equal opportunities, and space for breathing free air. Thank you and have a nice day. ഹായ് കുട്ടികളെ, ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഇന്ന് ചിൽഡ്രൻസ് ഡേ പ്രമാണിച്ച് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓറിയോ ബിസ്ക്കറ്റ് മിൽക്ക് ഷേക്ക്. അപ്പം അത് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. പേരൻസിൻ്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓറിയോ മിൽക്ക് ഷേക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓറിയോ ബിസ്ക്കറ്റ്, പഞ്ചസാര, പാല്, ഐസ്ക്രീം. അപ്പോൾ ആദ്യം നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഒരു 3-4 മിക്സിയുടെ ജാറിലോട്ട് ഇടുക. പഞ്ചസാര ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂണാണ്. അപ്പോൾ അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് പാല്, തിളപ്പിച്ചാറ്റിയ പാലാണിത്. തണുക്കാൻ വെച്ച് കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഐസ്ക്രീമും കൂടെ. ഐസ്ക്രീം നിങ്ങളുടെ ആവശ്യത്തിന് നമുക്ക് എത്ര വേണോ കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് ചേർക്കാം. പിന്നെ ഇതിൻ്റെ വേറെ ബിസ്ക്കറ്റ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓട്സ് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അപ്പോൾ ഇത്രയും ആയതിന് ശേഷം ഇത് മിക്സിക്കകത്തൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ മിക്സിയിൽ അടിക്കാൻ പോവുക. ഷേക്ക് റെഡിയായി. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റൊക്കെ വേണമെങ്കിൽ കുറച്ച് ഐസ്ക്രീമും കൂടി അതിൻ്റെ കൂടെ ഇടാം. അങ്ങനെ നമ്മുടെ ഓറിയോ മിൽക്ക് ഷേക്ക് റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ ഓറിയോ മിൽക്ക് ഷേക്ക് റെഡിയായി കഴിഞ്ഞു. എല്ലാവരും കണ്ടു കാണുമല്ലോ. നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. Do you know what's the specialty of today? Yes, it is Children's Day. We celebrate Children's Day on 14th of November every year in remembrance of the birthday of our first Prime Minister, Pandit Jawaharlal Nehru. This day is very important in the life of a child who reminds the elders about their duties towards the children. The child is like a tender and lovely bud who has just started to bloom. This is the time when the child needs the utmost care of the parents, teachers, and all those who are connected with his or her life. On behalf of all the teachers of Tkmcps Centenary Public School, I would like to dedicate a story to all my loving children. And I wish you all a very happy Children's Day. The story which I am going to present here is The Wolf and the 7 Goats. Once upon a time,
there lived a mama goat and her 7 little kids. Theirs was a happy little house. All the 7 little kids used to play in the meadows, into the wild, with the butterflies and the birds singing along. Their days used to go in a complete harmony and bliss. Until one day, a big black wolf noticed these little kids playing in the meadow. Suddenly the wolf laughed, ha 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 ha, and said, "Such an easy treat they are for me. I haven't eaten since ages. I'm sure these would make delicious lamb chops for my dinner tonight." So he waited for the moment when the mother goat would leave her kids alone. Mother goat said, "Children, I'm going to the market to buy bread and cookies for you all, and will be back by evening, and always be conscious of the big bad wolf." Mama goat also said that the red wolf can easily be recognized with his hoarse voice and black feet. So don't open the door, or else you little ones would get into danger. The little kids said we would take care of ourselves. The mother goat went off to the market, and the kids made doubly sure with the locks on the door. After making sure that they are safe in their little home, off they went to play, when suddenly there was a knock on the door, and a voice was heard saying, "Hello, my children, open the door. Your mother is back." Hearing this, the youngest one scampered to the door. In no time, the eldest one ran to catch his little one and said, "No, it's not our mommy. She hasn't got such a rough voice." And then, looking at the door, the eldest kid shouted back saying, "Go away, you big bad wolf. Our mother doesn't have such a hoarse voice." Hearing this, the wolf got annoyed and ran to get a box of chalk, as he had heard that this would make his voice as soft as that of a baby. So off he went and gulped off the whole box of chalk. Knocking on the door again, he said, "Hello kids, your mother is back. Look what I have got for you. Cookies, breads and ginger ale." Now the kids said to each other, "Oh, that sounds like our mother. But look down there. Our mother has not got black feet. This is surely the wolf." The kids shouted saying, "Go away, you big bad wolf. Our mother has not got black feet, but beautiful white feet." Hearing this, the wolf ran to the miller and jumped into the mountain of white dough. Now he was all white from head to toe. Running back to the house, he knocked again and said, "Kids, your mother is back. Open the door." "That sounds like our mother, and also the feet are white," whispered the kids. Not knowing what danger awaits them all, the kids ran to the door and opened it. There they saw the big bad wolf. The wolf gave a loud laugh and brushed off his white powder and asked, "Are you ready to become my feast tonight?" The kids ran here and there to save their lives. One went inside the kettle, the other in the oven. One looked for a place under the bed, and the other tried saving itself by hiding in a pot. The youngest one was so tiny that he managed to hide himself inside the clock case. The wolf, having no mercy, started taking one by one. He rolled them like a ball and gulped them up. In no time, he ate all the kids except for the youngest one, who was hiding in the clock case. With his tummy full, he burped and left home. When the mama goat returned, she was shocked to see the door open. The house was all upside down. The crockery was broken.
The curtains were torn, the chair was broken, and the kids were nowhere to be found. She started crying, "Oh children, where are you?" At that very moment, the youngest one came out of the clock case and hugged his mother, crying and howling, and said, "Oh mother, the bad wolf disgusted us by sounding and looking like you. He ate up all my brothers and sisters." The mother goat said, "Don't worry, let's go and look for him." They went out searching for the wolf. His tummy was so filled that he slept off in a meadow near the house itself. He was snoring so loud that even the branches of the trees were shuddering. The mother goat asked her youngest kid to get scissors and thread and a needle. Off he went to get them. She quietly slit open his tummy and took out all her kids from his tummy. They then filled up his tummy with stones as big as balls and then stitched the tummy with the thread and the needle. The wolf was not at all aware of all this. In the morning, when he got up, he was so thirsty that he tried running to the well. But his belly was so heavy that he could hardly walk. He picked up his belly and managed to reach the well. But the moment he bent down to drink water, he couldn't handle the weight and fell into the well. The kids were watching all this from their window and shouted happily, "Mommy, Mommy, the wolf has died. Now we can play freely outside without any fear." And they lived happily ever after. The moral of the story is, if you be bad to others, bad happens to you too. So, always be good to others and remember this in your entire life. Try to be a good person as the future of our nation lies in your hands. Hope you have enjoyed this story dedicated to you. So thank you, my dear children, and once again wishing you all Happy Children's Day. Stay home, stay safe. Bye children. Good morning all. ഞാൻ നിങ്ങളുടെ മ്യൂസിക് ടീച്ചർ നിസ ഇർഷാദ്. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് ചാച്ചാജിയെ കുറിച്ചുള്ളൊരു കുഞ്ഞിപ്പാട്ടാണ് ഞാനിവിടെ പാടാൻ പോകുന്നത്. തുള്ളി തുള്ളി ആടി പാടാൻ സൂദീനമിന്ന്, തോഴി ചാച്ച ഓർമ്മകൾ നൽകും സൂദീനമിന്ന്. തുള്ളി തുള്ളി ആടി പാടും സൂദീനമിന്ന്, തോഴിൻ ചാച്ച ഓർമ്മകൾ നൽകും സൂദീനമിന്ന്. തുള്ളി കളിച്ചിടാം, മാടി വിളിച്ചിടാം, ചാച്ച സുദിനം ശിശു സുദിനം, ലല്ലല്ല ലല്ലല്ല ലാലലല്ലല്ല. ചാച്ച സുദിനം ശിശു സുദിനം, ലല്ലല്ല ലല്ലല്ല ലാലലല്ലല്ല. കുഞ്ഞി കൈയുടെ സ്നേഹവലയം തോഴൻ ചാച്ചായി ചുറ്റി വളഞ്ഞു. കുഞ്ഞി കൈയുടെ സ്നേഹവലയം തോഴൻ ചാച്ചായി ചുറ്റി വളഞ്ഞു. കളിച്ചല്ലോ കൈകൾ കൊട്ടി ശാശ്വതോഴൻ ചാച്ചായപ്പോ കുഞ്ഞു മനസ്സുകൾ കുളിരണിഞ്ഞു. കളിച്ചല്ലോ കൈകൾ കൊട്ടി ശാശ്വതോഴൻ ചാച്ചായപ്പോ കുഞ്ഞു മനസ്സുകൾ കുളിരണിഞ്ഞു. തുള്ളി തുള്ളി ആടി പാടാം സൂദിനമിന്ന്, തോഴൻ ചാച്ച ഓർമ്മകൾ നൽകും
സുദിനമിന്ന്. വിധിയുണർന്നു വിളക്കണഞ്ഞു തോഴൻ ചാച്ചാജി പോയി മറഞ്ഞു. വിധിയുണർന്നു വിളക്കണഞ്ഞു തോഴൻ ചാച്ചാജി പോയി മറഞ്ഞു. ആ സ്നേഹം മായാതെ ഈ ഭൂവിലെന്നും ഈ കുഞ്ഞു മനസ്സിനെ ജ്വലിപ്പിക്കുന്നു. ആ സ്നേഹം മായാതെ ഈ ഭൂവിലെന്നും ഈ കുഞ്ഞു മനസ്സിനെ ജ്വലിപ്പിക്കുന്നു. തുള്ളി തുള്ളി ആടിപ്പാടും സുദിനമിന്ന്. തോഴിൻ ചാച്ച ഓർമ്മകൾ നൽകും സുദിനമിന്ന്. തുള്ളി കളിച്ചിടാം മാടി വിളിച്ചിടാം. ചാച്ച സുദിനം ശിശു സുദിനം. ലല്ലല്ലാ ലല്ലല്ലാ ലാലലല്ലല്ലാ. ചാച്ച സുദിനം ശിശു സുദിനം. ലല്ലല്ലാ ലല്ലല്ലാ ലാലലല്ലല്ലാ. താങ്ക് യു. shark, doo 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 doo. Daddy shark, doo 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 doo. Daddy shark, doo 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 doo. Daddy shark. Grandma shark, doo 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 doo. Grandma shark, doo 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 doo. Grandma shark, doo 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 doo. ഹലോ, എൻ്റെ പേര് റിഹാന ഫാത്തിമ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ 8th പഠിക്കുന്നു. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേണം. നമുക്ക് 2 കപ്പ് മൈദ വേണം, 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ വേണം. ബട്ടറിന് പകരമായിട്ട് നമുക്ക് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര വേണം, ഒരു പിഞ്ച് സോൾട്ട് വേണം, ദെൻ ഒരു 2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും വേണം. നമ്മളുടെ ഡോണറ്റ് ഡിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് അളവിൽ ചോക്ലേറ്റും വേണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഡാർക്ക് കോമ്പൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് യൂസ് ചെയ്യാൻ, വേണമെങ്കിൽ കാഡ്ബറി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റാണ് എടുത്തിരുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് പാലും കൂടിയാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം.
ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ബട്ടർ വേറൊരു ബൗളിലേക്ക് ആക്കാം. അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് വാം ആയിട്ടുള്ള മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. വാം ആയിട്ടുള്ള മിൽക്ക് തന്നെ എടുക്കണം, എന്നാലേ നമ്മൾ ബട്ടർ മെൽറ്റ് ആയിട്ട് വരുള്ളൂ. അതിന് നമുക്ക് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബട്ടറൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 2 ടീസ്പൂണ് ഈസ്റ്റ് എടുത്ത് വെച്ചേക്കുന്നത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഈസ്റ്റ് ഒന്ന് ഡൈലൂട്ട് ആവുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് ഡൈലൂട്ട് ആവുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് നല്ലതുപോലെ പഞ്ചസാരയൊക്കെ അലിയിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബൗളിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൊങ്ങിയിട്ട് വെളിയിൽ ചാടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ഗ്ലാസ്സിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മളുടെ ഈസ്റ്റൊക്കെ നല്ലതുപോലെ പുളിച്ചിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് പോലെ എടുത്താണത്തില്ല, അതിന് മുമ്പായിട്ട് തന്നെ നമ്മളുടെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു ഈസ്റ്റ് പുളിച്ച് വന്നാൽ ഞാൻ വേറൊരു ബൗളിലോട്ടാക്കി, കാരണം അതിൽ നിന്ന് ഓവർഫ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് സോൾട്ട് കൂടി ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോൾട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് മൈദ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് മാത്രമേ വെള്ളം ഒഴിക്കാവൂ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് നീഡ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ നീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഇതിൻ്റെ മണ്ടയിലായിട്ട് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡബിൾ ആവാൻ വേണ്ടിയിട്ട് 2 hours ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇല്ല നിങ്ങൾക്ക് ടൈം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 15 minutes വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതുപോലെ ഡബിളായിട്ട് നല്ല പൊന്തിച്ചിട്ട് വരും. അപ്പോൾ നമുക്ക് നമ്മുടെ ഓവൻ ക്ലോസ് ചെയ്യാം. നമ്മളുടെ മാവ് ഡബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നീഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഈ ഒരു തിക്നെസ്സിൽ ഇത് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതേപോലത്തെ ഒരു ഗ്ലാസ് വെച്ചിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ അകത്ത് ഇതേപോലൊരു ചെറിയ ബോട്ടിലിൻ്റെ ക്യാപ്പ്, അതേപോലെ ഇതേപോലത്തുള്ള നോസൽസ് ഉപയോഗിച്ചിട്ട് നടുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഒരു ഷീറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കി ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ളത് നമുക്കൊന്ന് നീഡ് ചെയ്തെടുക്കാം. ആയിട്ടുള്ളത് ഇതേപോലെ പരത്തിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അവസാനം വരെ നമുക്കിത് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഡോണറ്റ് ഇട്ട് കൊടുക്കാം. നമ്മളെ ഡോണറ്റ്സ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോണറ്റ് നമ്മൾ മുമ്പേ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ചോക്ലേറ്റിനകത്തോട്ട് ഡിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് സ്പ്രിങ്കിൾസ് ആണ്. ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അല്ല ഒരു ഡെക്കറേഷന് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആയിരുന്നാലും ഇട്ട് കൊടുത്താൽ മതിയാവും. സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. നമ്മളുടെ യമ്മി ആയിട്ടുള്ള ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ താങ്ക് യു.
ദക്ഷിണ കാവേരിയൂളങ്ങളെ സുഖിയോവരോ രാമനാമഗീതം പാടും ദക്ഷിണ കാവേരിയൂളങ്ങളെ തിരുവയ്യാറിൻ ഹൃദയ പരിമളം ശ്രീ ത്യാഗരാജ ചിന്താകുസുമം സുഖിയോവരോ രാമനാമഗീതം പാടും ദക്ഷിണ കാവേരിയൂളങ്ങളെ ബഹുള പഞ്ചമി സുദിനത്തിലുദിക്കും പഞ്ചരത്ന വലിയ കീർത്തനം ബഹുള പഞ്ചമി സുദിനത്തിലുദിക്കും പഞ്ചരത്ന വലിയ കീർത്തനം പൗർണമി തിങ്കൾ പാൽനുര ചിന്തും പൂനിലാവിൻ ലയനം മനനം തെന്നലിലലിയും രാമരസം പഞ്ചേന്ദ്രിയ കേന്ദ്രവിമോഹനായം ലളിതമനം രസപരന്ത്രോനാമം രാമനാമ മന്ത്രാക്ഷരരാഗം സുഖിയൗവരോ രാമനാമ ഗീതം പാടും ദക്ഷിണ കാവേരിയൂളങ്ങളെ ജന്മാന്തരങ്ങളിൽ ഇഹജന്മസുകൃതം വരിക്കും മമരസ രസനാമന്ത്രം ജന്മാന്തരങ്ങളിൽ ഇഹജന്മസുകൃതം വരിക്കും മമരസ രസനാമന്ത്രം ത്യാഗരാജ സ്മൃതിജന്യഗീതം പാടാൻ കഴിയുമെൻ ജന്മം പുണ്യം സ്മൃതി സരസാമൃത വേദസരാമം മലമണി സാരസമം ശുഭനാമം ജനിമൃതി മോക്ഷകരം രമണീയം ത്യാഗരാജ മന്ത്രാക്ഷരരാഗം സുഖിയൗവരോ രാമനാമ ഗീതം പാടും ദക്ഷിണ കാവേരിയൂളങ്ങളെ തിരുവയ്യാറിൻ ഹൃദയ പരിമളം ശ്രീ ത്യാഗരാജ ചിന്താകുസുമം സുഖിയൗവരോ രാമനാമ ഗീതം പാടും ദക്ഷിണ കാവേരി ഓളങ്ങളെ. നമസ്കാരം. സരിഗമ പാടിയ ശ്രീ ത്യാഗരാജന്റെ സംഗീത സന്നിധി തേടാം സ്വരസാധകങ്ങളിൽ ശ്രുതിശുദ്ധമാകുവാൻ മനസ്സേ നിജപമോടെ ഉണര് മായാ മാളവകൗളപാട് സരിഗമ പാടിയ ശ്രീ ത്യാഗരാജന്റെ സംഗീത സന്നിധി തേടാം സ്വരസാഗകങ്ങളിൽ ശ്രുതിശുദ്ധമാകുവാൻ മനസ്സേ നിജപമോടെ ഉണര് മായാ മാളവകൗളപാട് ഷട്കാല ഗോവിന്ദ ഹൃദയത്തിലൂടൊരു സ്വരതീർത്ഥയാത്രയ്ക്കു പോകാം ഷട്കാല ഗോവിന്ദ
സരിഗമ പാടിയ ശ്രീ ത്യാഗരാജന്റെ സംഗീത സന്നിധി തേടാം. സ്വരസാധകങ്ങളിൽ ശ്രുതിശുദ്ധമാകുവാൻ മനസ്സേ നീ ജപമോടെ ഉണര്. മായാ മാളവകഊളപാട്. ശ്രീശ്യാമശാസ്ത്രിതൻ ആലാപമധുരങ്ങൾ ആത്മാവിലറിവായി നിറയ്ക്കാം. ശ്രീശ്യാമശാസ്ത്രിതൻ ആലാപമധുരങ്ങൾ ആത്മാവിലറിവായി നിറയ്ക്കാം. സ്വാതിതൻ സുന്ദര സ്വരരാഗ കീർത്തനം ഗുരുവന്ദനത്തോടെ തേടാം. മായാ മാളവകഊളപാട്. സരിഗമ പാടിയ ശ്രീ ത്യാഗരാജന്റെ സംഗീത സന്നിധി തേടാം. സ്വരസാധകങ്ങളിൽ ശ്രുതിശുദ്ധമാകുവാൻ മനസ്സേ നീ ജപമോടെ ഉണര്. മായാ മാളവകഊളപാട്. Colored festoons everywhere, people showing how much they care, shaking hands and smiling to good wishes all to you and you. Colored festoons everywhere, people showing how much they care, shaking hands and smiling to good wishes all to you and you. We think of Cha-Cha on this day, his love for us will always stay. This day is just the day for us as we celebrate our Children's Day. Colored festoons everywhere, people showing how much they care, shaking hands and smiling to good wishes all to you and you. Bringing past back to our minds, 'twas Cha-Cha's birthday you will find. He loved children with all his heart, from them he never liked to part. Colored festoons everywhere, people showing how much they care, shaking hands and smiling to good wishes all to you and you. Colored festoons everywhere, people showing how much they care, shaking hands and smiling to good wishes all to you and you. Colored festoons everywhere, people showing how much they care, shaking hands and smiling to good wishes all to you and you. Colored festoons everywhere, people showing how much they care, shaking hands and smiling to good wishes all to you and you. We think of Cha-Cha on this day, his love for us will always stay. This day is just the day for us as we celebrate our Children's Day. Colored festoons everywhere, people showing how much they care, shaking hands and smiling to good wishes all to you and you. Bringing past back to our minds, 'twas Cha-Cha's birthday you will find. He loved children with all his heart, from them he never liked to part. Colored festoons everywhere, people showing how much they care, shaking hands and smiling to good wishes all to you and you. Colored festoons
everywhere. People showing how much they care. Shaking hands and smiling too. Good wishes all to you and you. Color festoons everywhere. People showing how much they care. Shaking hands and smiling too. Good wishes all to you and you. We think of Cha-Cha on this day. His love for us will always stay. This day is